പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പർ സീക്വൻസ് എങ്ങനെയാണ് രൂപീകരിക്കുന്നതെന്നും അവയുടെ ഓൾജിബ്രൈക് ഫോം എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നും നമ്മൾ പഠിച്ചു. ഇന്ന് ടെക്സ്റ്റ് ബുക്കിലെ 10-11 പേജുകളിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒന്നാമത്തെ ചോദ്യം: മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസസ് ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, സ്ക്വയേഴ്സ്, regular pentagons and so on of regular polygons. Number of sides, sum of inner angles, sum of outer angle, one inner angle, one outer angle. ഇത് ഓരോന്നും കണ്ടെത്തുന്നതിനായിട്ട് റെഗുലർ പോളിഗൺസിൻ്റെ പിക്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ, റെഗുലർ ഹെക്സഗൺ. നമ്പർ ഓഫ് സൈഡ്സ് ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ 1, 2, 3, സ്ക്വയറിൽ 1, 2, 3, 4, റെഗുലർ പെൻറ്റഗണിൽ 1, 2, 3, 4, 5 എന്നിങ്ങനെ സൈഡ്സ് കാണാം. അപ്പോൾ അതിൻ്റെ സീക്വൻസ് 3, 4, 5, 6 എക്സെട്ര. അടുത്തത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് ഇന്നർ ആംഗിൾസ് കാണാനായിട്ട് 8ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ എവറി പോളിഗൺ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ട്രയാങ്കിൾസ് ബൈ ഡ്രോയിങ് ദ ഡയഗണൽ. കൂടാതെ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചാണ് റെഗുലർ പോളിഗൺസിൻ്റെ സം ഓഫ് ആംഗിൾസ് നമ്മൾ കണ്ടെത്തുന്നത്. ആദ്യത്തേത് ട്രയാങ്കിളാണ്, അതിന് പ്രത്യേകിച്ച് ഡയഗണൽ വരയ്ക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് സ്ക്വയറാണ്. ഏതെങ്കിലും ഒരു വെർട്ടെക്സ് എടുത്തതിന് ശേഷം ആ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക്, മറ്റു വെർട്ടെക്സുകളിലേക്ക് ഡയഗണൽ വരയ്ക്കുക. പെൻറ്റഗണിലെ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് മറ്റു വെർട്ടെക്സിലേക്ക് ഡയഗണൽ വരയ്ക്കുന്നു. റെഗുലർ ഹെക്സഗണിലും ഇതുപോലെ ചെയ്യുന്നു. സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് 180 ഡിഗ്രി. അപ്പോൾ ആദ്യത്തതിൽ 180 എന്ന് ലഭിക്കുന്നു. രണ്ടാമത്തെ സ്ക്വയറിൽ 2 ട്രയാങ്കിൾസ് കിട്ടുന്നു, അതുകൊണ്ട് 2 180 ഡിഗ്രി കിട്ടുന്നു. മൂന്നാമത്തത് പെൻറ്റഗണാണ്, അതിൽ 3 ട്രയാങ്കിൾസ് കിട്ടുന്നുണ്ട്, 3 180 ഡിഗ്രിയും. അടുത്തത് റെഗുലർ ഹെക്സഗണിനെ 4 ട്രയാങ്കിൾസ് ആക്കിയാണ് മാറ്റിയിരിക്കുന്നത്. 180 ഡിഗ്രി, 180 ഡിഗ്രി, 180 ഡിഗ്രി, 180 ഡിഗ്രി. ഇനി ഈ ഓരോ ആംഗിൾസും നമ്മൾ കൂട്ടിയാൽ നമുക്ക് റെഗുലർ പോളിഗൺസിൻ്റെ സം ഓഫ് ആംഗിൾസ് കണ്ടെത്താം. ഒന്നാമത്തെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ 1 × 180, സ്ക്വയറിൽ 2 × 180, റെഗുലർ പെൻറ്റഗണിൽ 3 × 180, റെഗുലർ ഹെക്സഗണിൽ 4 × 180. ദാറ്റ് ഈസ് ഈക്വൽ ടു 180, 360, 540, 720 എക്സെട്ര. ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്ന നമ്പർ സീക്വൻസ്. അടുത്തതായിട്ട് സം ഓഫ് ഔട്ടർ ആംഗിൾസ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് ഓൾ പോളിഗൺ ഈസ് 360 ഡിഗ്രി. അപ്പോൾ എല്ലാ റെഗുലർ പോളിഗൺസിലും സം ഓഫ് ഔട്ടർ ആംഗിൾസിൻ്റെ സീക്വൻസ് 360 ഡിഗ്രി, 360 ഡിഗ്രി, 360 ഡിഗ്രി എക്സെട്ര എന്ന് ലഭിക്കുന്നു. അടുത്തത് 1 ഇന്നർ ആംഗിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇന്നർ ആംഗിൾ, സം ഓഫ് ഇന്നർ ആംഗിൾ ഈസ് 180 ഡിഗ്രി, സ്ക്വയറിൽ 360 ഡിഗ്രി, റെഗുലർ പെൻറ്റഗണിൽ 540 ഡിഗ്രി, റെഗുലർ ഹെക്സഗണിൽ 70 ഡിഗ്രി എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 1 ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ ഈ സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ അതിൻ്റെ സൈഡ്സ് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 180 ഡിഗ്രി ബൈ 3, സ്ക്വയറിന് 4 സൈഡ് ഉള്ളതിനാൽ 360 ഡിഗ്രി ഡിവൈഡ് ബൈ 4, റെഗുലർ പെൻറ്റഗണിൽ 540 ഡിഗ്രി ഡിവൈഡ് ബൈ 5, റെഗുലർ ഹെക്സഗണിൽ 720 ഡിഗ്രി ഡിവൈഡ് ബൈ 6. 180 degree by 3 is 60 degree. 360 degree divided by 4 is 90 degree. 540 degree
divided by 5 is 108 degree. 720 degree divided by 6 is 120 degree. ഇതായിരിക്കും ഓരോ റെഗുലർ പോളിഗൺസിൻ്റെയും ഇന്നർ ആംഗിൾസിൻ്റെ സീക്വൻസ്. അടുത്തത് വൺ ഔട്ടർ ആംഗിൾ. സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് ഓൾ പോളിഗൺ ഈസ് 360 degree. വൺ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഔട്ടർ ആംഗിൾസ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. ഇതുപയോഗിച്ച് ഓരോ പോളിഗിൻ്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾസിനെ നമ്പർ ഓഫ് സൈഡ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇക്വലാറ്റർ ട്രയാങ്കിളിൽ 360 ഡിഗ്രി ഡിവൈഡ് ബൈ 3, സ്ക്വയറിൽ 360 ഡിഗ്രി ഡിവൈഡ് ബൈ 4, റെഗുലർ പെൻറ്റഗണിൽ 360 ഡിഗ്രി ഡിവൈഡ് ബൈ 5, റെഗുലർ ഹെക്സഗണിൽ 360 ഡിഗ്രി ഡിവൈഡ് ബൈ 6. ഇത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 120 ഡിഗ്രി, 90 ഡിഗ്രി, 72 ഡിഗ്രി, 60 ഡിഗ്രി എന്നിങ്ങനെ ലഭിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം. ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് മെയ്ഡ് വിത്ത് ഡോട്ട്. ഹൗ മെനി ഡോട്ട്സ് ആർ ദെയർ ഇൻ ഈച്ച്? കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ്. ഇവിടെ ഓരോ ചിത്രത്തിലും എത്ര ഡോട്ട്സ് വന്നിരിക്കുന്നു എന്നതാണ് കണ്ടെത്തുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ ആദ്യത്തെ റോയിൽ 1 ഡോട്ടും രണ്ടാമത്തെ റോയിൽ 2 ഡോട്ടും. അടുത്ത ട്രയാങ്കിളിൽ ആദ്യത്തെ റോയിൽ 1 ഡോട്ട്, രണ്ടാമത്തേൽ 2, മൂന്നാമത്തേൽ 3. ഇതേ പാറ്റേൺ തന്നെയാണ് മൂന്നാമത്തേലും. 1 ഡോട്ട്, 2 ഡോട്ട്, 3 ഡോട്ട്, 4 ഡോട്ട്. ഇതനുസരിച്ച് തുടർന്നുള്ള ചിത്രങ്ങളിൽ വരുന്ന നമ്പർ ഓഫ് ഡോട്ട്സും നമുക്ക് കണ്ടെത്താം. ആദ്യത്തേൽ 1 + 2, രണ്ടാമത്തേൽ 1 + 2 + 3. അടുത്തത് തൊട്ട് മുന്നത്തേതിൻ്റെ ഒപ്പം 4 ഡോട്ട്സും കൂടിയാണ് ചേർന്നിരിക്കുന്നത്. 1 + 2 + 3 + 4. അടുത്തത് 1 + 2 + 3 + 4 + 5 എന്ന് നമുക്ക് അനുമാനിക്കാം. അടുത്തത് 1 + 2 + 3 + 4 + 5 + 6 എക്സെട്ര ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ 1 + 2 is 3, 1 + 2 + 3 is 6, 1 + 2 + 3 + 4 is 10. അടുത്തത് 15, അടുത്തത് 21. ഇതായിരിക്കും ഈ പാറ്റേണിൻ്റെ സീക്വൻസ്. അടുത്തതായി റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് leaving remainder 1 on division by 3 and the sequence of natural numbers leaving remainder 2 on division by 3. ഇവിടെ 2 സീക്വൻസുകളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 എന്നതും സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3 എന്നിങ്ങനെ 2 സീക്വൻസുകളാണ് കണ്ടെത്തേണ്ടത്. ഇതിനായി നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് 3 ഉപയോഗപ്പെടുത്താം. മൾട്ടിപ്പിൾസ് ഓഫ് 3 ആർ 3, 6, 9, 12 എക്സെട്ര. നമുക്കാവശ്യം നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആണ്. നമുക്കറിയാം മൾട്ടിപ്പിൾസ് ഓഫ് 3നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഉറപ്പായിട്ടും റിമൈൻഡർ 0 വരുന്നത്. നമുക്ക് റിമൈൻഡർ 1 ആണ് കിട്ടേണ്ടത്. അതിനാൽ ഈ മൾട്ടിപ്പിൾസ് ഓഫ് 3യുടെ ഒപ്പം നമുക്ക് 1 ആഡ് ചെയ്യാം. 3 + 1, 6 + 1, 9 + 1, 12 + 1. 3 + 1 is equal to 4, 6 + 1 equal to 7, 9 + 1 is equal to 10, 12 + 1 is equal to 13 എക്സെട്ര. ഈ നമ്പേഴ്സിൻ്റെ ഒപ്പം ആദ്യത്തെ നമ്പറായി നമുക്ക് 1 കൂടി എഴുതി ചേർക്കാം.
കാരണം ഇവിടെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സാണ് വേണ്ടത്. 1 എന്ന നമ്പർ 3യേക്കാൾ ചെറുതാണ്. അതിനാൽ 1നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും റിമൈൻഡർ 1 തന്നെ ലഭിക്കും. അതിനാൽ നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആർ 1, 4, 7, 10, 13, etc. നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3 ആണ്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ റിമൈൻഡർ 2 നമുക്ക് ആവശ്യമുള്ളതിനാൽ മൾട്ടിപ്പിൾസ് ഓഫ് 3യുടെ ഒപ്പം നമ്മൾ 2 ആണ് ആഡ് ചെയ്യേണ്ടത്. എല്ലാ മൾട്ടിപ്പിൾസ് ഓഫ് 3യുടെ ഒപ്പം ഒരു 2 പ്ലസ് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 3 + 2, 3 + 2 ഈസ് 5, 6 + 2 ഈസ് 8, 9 + 2 ഈസ് 11, 12 + 2 ഈസ് 14. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ നമ്പറായിട്ട് റിമൈൻഡർ 2 കിട്ടുന്ന വിധത്തിൽ 2 എന്ന നാച്ചുറൽ നമ്പറെ കൂടി എടുക്കാവുന്നതാണ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3 ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊട്ട് മുകളിൽ എഴുതിയ 2, 5, 8, 11, 14, etc. ഇത് തന്നെയായിരിക്കും നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അടുത്തതായിട്ട് റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6 ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 other ways. ഇവിടെ എളുപ്പത്തിൽ നമുക്ക് എഴുതാം. എൻഡിങ് ഇൻ 1 or 6 ആർ 1, 6, 11, 16, 21, 26, etc. ഇതിന് 2 തരത്തിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഈ നമ്പേഴ്സിനെ നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഇവയെല്ലാം 5നോട് 1 കൂട്ടുന്നതായിട്ട്, ഓരോ നമ്പറിനും 5ൻ്റെ മൾട്ടിപ്പിൾസിനോട് 1 കൂട്ടുന്നതായിട്ട് ഒന്ന് മാറ്റി എഴുതാവുന്നതാണ്. 1 അങ്ങനെ തന്നെ എഴുതാം. 6നെ 5 + 1 എന്നും 11നെ 10 + 1 എന്നും 16 15 + 1, 21 20 + 1 എന്നിങ്ങനെ എഴുതാം. 5ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ ഒപ്പം 1 ആഡ് ചെയ്യുന്ന വിധത്തിലാണ് ഇതിരിക്കുന്നത്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് എ റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 എന്നുള്ളത് ചെയ്തതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇത് ഈ സീക്വൻസിനെ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് എ റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5 എന്നെഴുതാം. Natural numbers which leaves a remainder 1 on division by 5. കൂടാതെ ഈ 1, 6, 11, 16 എന്ന തന്നിരിക്കുന്ന സീക്വൻസ് ഫസ്റ്റ് നമ്പറായ 1ൻ്റെ ഒപ്പം 5 ആഡ് ചെയ്യുന്നു. സെക്കൻഡ് നമ്പറായ 6ൻ്റെ ഒപ്പം വീണ്ടും 5 ആഡ് ചെയ്യുന്നു. അപ്പോൾ 11 കിട്ടും. 11ൻ്റെ ഒപ്പം 5 ആഡ് ചെയ്യുമ്പോൾ 16 കിട്ടും. അതായത് കണ്ടിന്യൂസ്ലി വി ഹാവ് ടു ആഡ് 5 ടു ഗെറ്റ് ദ നെക്സ്റ്റ് നമ്പർ. ആ ഒരു പ്രത്യേകതയും കൂടി ഈ സീക്വൻസിനുണ്ട്. അതുകൊണ്ട് ഈ സീക്വൻസിനെ നമുക്ക് എഴുതാം സീക്വൻസ് ഓഫ് natural numbers starting from 1 and adding 5 continuously.
അഞ്ചാമത്തെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് കിടക്കാം. എ ടാങ്ക് കണ്ടെയ്ൻസ് 1000 liters ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 5 liters per second. ഹൗ മച്ച് വാട്ടർ ഈസ് ദർ ഇൻ ദ ടാങ്ക് ആഫ്റ്റർ ഈച്ച് സെക്കൻഡ്? റൈറ്റ് ദെയർ നമ്പേഴ്സ് ആസ് എ സീക്വൻസ്. ഇവിടെ ഒരു ടാങ്കിൽ 1000 liters ഓഫ് വാട്ടർ ഉണ്ട്. ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെള്ളം വെച്ചാണ് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെയെങ്കിൽ ടാങ്കിൽ ഉണ്ടായിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഓരോ സെക്കൻഡിലും എന്തായിരിക്കും? അതൊരു സീക്വൻസ് ആയിട്ട് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ 5 ലിറ്റർ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ആദ്യം 1000 ലിറ്റർ, പിന്നെ 1000 - 5, പിന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നമ്പറിൽ നിന്നും വീണ്ടും 5 കുറക്കുക. ഈ രീതിയിലാണ് നമ്മൾ നമ്പർ സീക്വൻസ് രൂപീകരിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് 1000, അടുത്തത് 1000 - 5 ഈസ് 995, അടുത്തത് 995 - 5 എന്നിങ്ങനെ എഴുതാം. അതായത് 1000, 995, 990 എക്സെട്ര എന്നതായിരിക്കും ഇവിടെ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന നമ്പർ സീക്വൻസ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 10, 11 എല്ലാ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.